ൾക്ക് ഭാവിയിൽ വരാനുള്ള അപകടങ്ങളെക്കുറിച്ച് അവർക്കതൊരു പേടി അവരുടെ മനസ്സിൽ ഉണ്ടാക്കണം. അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ്. രണ്ട് കാര്യം കൊണ്ടാണ് മനുഷ്യൻ നന്നാകാതെ. മുബശ്ശിരീന വ മുന്തിരി എന്നാണ് പ്രവാചകന്മാരെ കുറിച്ച്. സന്തോഷ വാർത്ത അറിയിക്കുക, ഭയം. ഇതിന്ന് രണ്ടൊന്നും ഒരു മനുഷ്യന് ചേഞ്ച് ഉണ്ടാവും, വേറൊന്നും ചേഞ്ച് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ പേടി, അല്ലെങ്കിൽ എന്താണ് ആഗ്രഹം. ഇത് രണ്ടും ഒന്നില്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം. ഇത് രണ്ടും അല്ലാതെ മനുഷ്യനെ മാറ്റാൻ വേറെ വഴികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഭാവിയിൽ വരാവുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ബോധം അവർക്കുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ ഞാൻ ഈ വാഹനത്തിൽ പോരുന്ന സമയത്ത് വെറുതെ സോഷ്യൽ മീഡിയ ഒന്ന് നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങളാണ്. എന്താ വെച്ചാൽ ഏറ്റവും അടുത്ത ഭാവിയിൽ അപകടകരമായി നമ്മൾ കാണേണ്ടത് ആൺപെൺ ബന്ധങ്ങൾ തന്നെയാണ്, അഫെയറുകൾ തന്നെയാണ്. നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഇന്ന് വായിച്ചു നിങ്ങൾ, ഒരു ലോഡ്ജിൽ ഒരു അമുസ്ലിമും ഒരു മുസ്ലിം പെൺകുട്ടിയും കൂടെ ആത്മഹത്യ ചെയ്തു. ഇന്നത്തെ ന്യൂസ്. ഒരു പക്ഷേ രാവിലെ നോക്കിയ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ കാരണം വെച്ചാൽ ഒന്ന് ഹിന്ദു ഒന്ന് മുസ്ലിമാണ്. കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പാരൻസ് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു. കല്യാണം കഴിച്ച് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചാൽ രണ്ടാളും മരിക്കണം. എന്തിനാന്ന് വിചാരിച്ചാൽ അച്ഛനോടും അമ്മനോടുള്ള പ്രതികാരമാണ്. മരിച്ചവർക്ക് ദുഃഖം ഉണ്ടാവും, ഒരു വിഷമം ഉണ്ടാവും, ഓരോരുള്ളൊരു പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ എൻ്റെ ഒരു പരിചയം വെച്ച് പറയാണ്, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു പെണ്ണിന് ഒരാണിനോടോ ഒരാണിനൊരു പെണ്ണിനോടോ മനസ്സിലൊരാഗ്രഹം ജനിച്ചാൽ, അങ്ങനെ ആഗ്രഹം ഉണ്ടാവുന്നത് എന്തിനാ വെച്ചാൽ ആണും പെണ്ണും തമ്മിൽ ആകർഷിക്കുന്നതാണ്. രണ്ടും ഒന്നിച്ചു ചേരാൻ വേണ്ടി പ്രകൃതിപരമായി അള്ളാഹ് വെച്ചൊരു കാര്യമാണ് സ്നേഹം എന്നുള്ളത്. അതുകൊണ്ട് വെച്ചാൽ അവർ രണ്ടുപേരും ശാരീരികമായ ഒരു ബന്ധത്തിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രകൃതിപരമായി ആ സ്നേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് എന്തായിരുന്നാലും മനസ്സ് കയറിയിട്ടുണ്ടോ അതിൻ്റെ ഒരു സാക്ഷാത്കാരം നടന്നിരിക്കണം, അല്ലെങ്കിൽ അത് അവിടെ കിടം. അപ്പോൾ നിങ്ങളെ മകളെ മനസ്സിൽ ഒരു പയ്യൻ, കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ കയറിപ്പെട്ടാൽ പിന്നെ അവളുടെ ലൈഫ് അതോടെ തീർന്നു. അവൻ്റെ ഒപ്പം ചെന്ന് ജോയിൻ ചെയ്താൽ ഇനി അവൻ ഒഴിവാക്കിയാലും രണ്ടായാലും കാണാൻ. ഇപ്പോൾ നിങ്ങൾ കിടന്നായിരിക്കും. ഇപ്പോൾ വണ്ടൂർ അടുത്തൊരു 16 വയസ്സായ പെൺകുട്ടിനെ ഒരു പയ്യൻ കൊന്നു. അപ്പോൾ ആ കൊന്ന കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ ഏറ്റവും സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്. മരിക്കുന്നതിന് മുമ്പോ മരിച്ചതിന് ശേഷം അവൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് അവൻ കൊന്നു. ഒരു പുരുഷൻ ഒരു പെണ്ണിൻ്റെ കൂടെ കൂടുന്നതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം അവരറിയുക പോലും ചെയ്യാതെ അതാണ്. അപ്പോൾ എന്താ അറിയോ, നമ്മുടെ കുട്ടികളുടെ ലൈഫിനെ തന്നെ ഒരിക്കലും പഠിക്കണ്ട, ഒരു ഡോക്ടറാണ് എഞ്ചിനീയറൊക്കെ പറഞ്ഞാൽ അതൊന്നും പിന്നെ വേണ്ട, ഒക്കെ കല്യാണം നടന്നാൽ മതി, അവൻ്റെ കൂടെ പോയാൽ മതി. ഒരു പ്രേമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പാരൻസ് ഇല്ല, പഠനമല്ല, ജീവിതമല്ല, ഒന്നുമില്ല. അപ്പം അതിനേക്കാളും വലിയ അപകടം വേറൊന്നുമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സൈക്കോളജി, ഇതാണ് ഈ പ്രേമത്തിൻ്റെ സൈക്കോളജി എന്നുള്ളത്. അവർക്ക് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എനിക്കൊന്നിപ്പോൾ ഒരു 9 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തന്നെ ആ ബോധം ഏകദേശം കൊടുത്തിരിക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ പെടും, ഒരു സംശയം. പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അതോടെ തീർന്ന്. പിന്നെ നിങ്ങൾ അതിനുശേഷം പിന്നെ കൗൺസിലിങ്ങും കൺവിൻസ് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടൊന്നും വലിയൊരു പ്രയോജനം അതുകൊണ്ട് ഉണ്ടാവില്ല. അത് അഡ്വാൻസ് ആയിട്ട് ചെയ്യണം.